ഞാൻ എണ്ണയ്ക്ക് ഒരു പാലാണ് അടുത്തൊഴിച്ചത്. മിക്കവാറും കയ്യിൽ നിന്ന് പോകും കേട്ടോ. എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കൊണ്ട് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇനിയത് എന്ത് സാധനമാണെന്ന് വെച്ചാൽ ഈ സാധനമാണ് കോവയ്ക്കാണ്. ഇതെനിക്ക് ഓസിന് കിട്ടിയതാണ് കേട്ടോ. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചല്ലേ. ഇനി നിങ്ങളുടെ വീട്ടിൽ കോവയ്ക്കുണ്ട്, വീട്ടിൽ പിള്ളേർ ആരും ഇത് കഴിക്കില്ല, വെറുതെ പാഴായി പോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ കുറച്ചിങ്ങനെ കഴുകി എടുക്കുക, നന്നായിട്ട് നീളത്തിന് അരിഞ്ഞെടുക്കണേ. നീളത്തിനല്ല, ചരിച്ച് കേട്ടോ. ഇനി വട്ടത്തിലാണോ നീളത്തിനാണോ എന്നൊന്നും നോക്കാൻ നിൽക്കണ്ട. അരിഞ്ഞെടുക്കുമ്പോൾ ഇച്ചിരി കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണേ. അങ്ങനെ ഒറ്റ സ്റ്റെപ്പിന് കുത്തിയിരുന്ന് അരിഞ്ഞെടുത്ത കോവയ്ക്കെല്ലാം നേരം ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് ഉപ്പിടുക, പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് അതാണ്. അതിനുശേഷം കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കുക. കുറച്ചേ ചേർക്കാവൂ, ഒരുപാട് ചേർത്തതിന് അവസാനം കോവയ്ക്ക ബജി ആയി പോകും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈ ആണേ. അതിനുശേഷം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് വെല്ലം അങ്ങോട്ട് ചെയ്തതിന് ശേഷം തിളച്ച എണ്ണയിലിട്ട് വറുത്തങ്ങോട്ട് കോരുക. എണ്ണയിലേക്ക് വാരി ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ എണ്ണയ്ക്ക് ഒരു പാലാണ് അടുത്തൊഴിച്ചത്. മിക്കവാറും കയ്യിൽ നിന്ന് പോകും കേട്ടോ. പണി പാലും വെള്ളത്തിൽ കിട്ടി മക്കളെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും പറയാനും നമ്മൾ തളരരുത് രാമൻകുട്ടി. കാരണം ഇത് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുവേ. എന്റെ പൊന്നു ദൈവമേ, ഈ സാധനത്തിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ എന്റെ മനസ്സിൽ പോലും ചിന്തിച്ചില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ ഇരുന്ന് വെറുതെ ബോറടിച്ചപ്പോൾ ഞാനും മോനും കൂടെ എന്നാ പിന്നെ ഒന്ന് പുറത്തൊക്കെ പോയി ചുറ്റി തിരിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചേ. മധുരം ഇടാതെ ഒരു ചായ തരാൻ പറഞ്ഞപ്പോൾ തന്ന നാരങ്ങ വെള്ളത്തിന് പോലും മധുരം ഇട്ട് തരാത്ത ചേട്ടനാണ് ഇന്നത്തെ ഹീറോ. ഇച്ചിരി ഒന്ന് മധുരം കുറഞ്ഞതിന്റെ എക്സ്പ്രഷൻ ആണ് ആ കാണുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ നേരെ പോയത് പർപ്പിളിന്റെ ഷോപ്പിലേക്കായിരുന്നു. എനിക്ക് ഒരു ഐലൈനറും ഒരു ലിപ്സ്റ്റിക്കും മേടിക്കണമായിരുന്നു. അതിന് വേണ്ടിട്ട് പോയതാണ്. ലിപ്സ്റ്റിക്കിന്റെ വില കണ്ടപ്പോൾ തോന്നി നമ്മുടെ സാധാ സിന്ദൂരം വരെ തേക്കുന്നതാണ് നല്ലതെന്ന്. ഈ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയും പോലെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചെറിയ കുന്തളിപ്പ് തോന്നും. വെറുതെ ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും പോകാൻ. അങ്ങനെ വെറുതെ ഒന്ന് കൊട്ടാരക്കരയ്ക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ബസ്സിൽ കയറിയപ്പോഴാണ് ബസ് ഏതൊക്കെ കാട്ട് റൂട്ട് കൂടെ ഒക്കെ പോകുന്ന വഴിയായിരുന്നു. അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട ഞാൻ അവസാനം 2 മണിക്കൂറായിട്ടും വീട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് മിക്കവാറും പോരാളി തോക്കെടുത്ത് എന്റെ നെഞ്ചത്ത് തന്നെ വെടിവെക്കും.